ഹലോ പ്രൈസ് ലോർഡ്. നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാവണമെന്ന് മലയാളത്തിൽ ഒരു കവിതാ ശകലമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ സദൃശവാക്യത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്: നല്ല വാക്ക് തേൻകട്ടയാവുന്നു, അവ മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നല്ല വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിന് ഒരു മധുരമായി തീരണം. നമ്മുടെ വാക്കുകളൊന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു കയ്പോ വേദനയ്ക്കോ ആയി തീരുവാൻ പാടില്ല. അതുപോലെ തന്നെ നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ പണിയുന്നതായി തീരണം. ഒരാളെ ഇടിച്ചു കളയുന്നതല്ല, മറ്റുള്ളവരെ പണിയുന്ന, ചിറകടിച്ച് പറന്നുയരുവാൻ സഹായിക്കുന്ന പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളായിത്തീരണം നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ഒരു വെയിലേറ്റ് വാടിയിരിക്കുന്ന ഒരു ചെടിക്ക് ജലം നൽകുമ്പോൾ ആ ചെടി ഊർജത്തോടെ പ്രവർത്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ ചെടിയുടെ ക്ഷീണം മാറുന്നത് പോലെയാണ് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രോത്സാഹനത്തിൻ്റെതായ നല്ല വാക്കുകൾ പറയുന്നത്. അങ്ങനെ തളർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക്, മാനസികവും ശാരീരികവുമായി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ നല്ല വാക്കുകൾ, ഈ ബൈബിൾ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അതൊരു തേൻ കട്ടയാണ്. അതവൻ്റെ തളർന്നിരിക്കുന്ന മനസ്സിന് ഒരു മധുരവും, തകർന്നിരിക്കുന്ന അവൻ്റെ അസ്ഥികൾക്ക് പറന്നുയരുവാനുള്ള ഒരു ഔഷധവുമാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രോത്സാഹന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പണിയുന്നവരായി, പറന്നുയരുന്നവരായി, സഹായിക്കുന്നവരായി തീരുവാൻ നമുക്ക് നമ്മുടെ നാവുകളെ ഉപയോഗിക്കാൻ ദൈവം അതിനെ എല്ലാവരെയും സഹായിക്കുന്നു.